ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക, ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള 8 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കും. ഗലീഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 16 മുതൽ 24 വരെ. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന് മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശം ആക്കുക ഇല്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ശക്തമായ ഒരു സന്ദേശം കൊടുക്കുക. ഗലാത്യ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു എന്ന വെളിപ്പാട് പ്രാപിക്കാൻ കഴിയാതെ നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ? 5:1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവീൻ, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്.
അതിൻ്റെ വാക്യം 16 ഇങ്ങനെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നാം എങ്ങനെ അനുസരിക്കണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. പക്ഷെ തുടക്കത്തിൽ ഞാൻ പറയാം, ആരെ അനുസരിച്ചാലും ആത്മാവിനെ അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ. വേദപുസ്തകത്തില് ഈ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ധാരാളം പേരുടെ ചരിത്രം ബൈബിളിൽ കിടപ്പുണ്ട്. ആമീൻ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ആത്മാവിനെ അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പോൾ ഇച്ചിരൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. റോമൻ ചാപ്റ്റർ 8, ഹല്ലേലൂയ, 8-ാം അധ്യായം, ജീസസ്, ഹല്ലേലൂയ, വാക്യം 13. റോമൻ ചാപ്റ്റർ 8 verse 13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കും. അപ്പം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പ്രൈസ് ഗോഡ്. അമ്മി കുഞ്ഞെ, നീ പരാജയപ്പെട്ട വ്യക്തിയാകാം, നീ തകർന്ന വ്യക്തിയാകാം, നീ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാകാം. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഒരിക്കലും നീ പരാജയപ്പെടത്തില്ല, നീ വിജയിക്കുക തന്നെ ചെയ്യും. ആമേൻ. എന്നോട് ദൈവാത്മാവ് പറയുന്ന സന്ദേശം നിങ്ങളോട് പറയാം. ദൈവാത്മാവ് ഇന്നും സംസാരിക്കുന്ന ആത്മാവാ. നീ പോകേണ്ടുന്ന വഴി ബൈബിൾ പറയുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും. ഒരാമീൻ പറഞ്ഞാട്ട്. ചിലർ നിന്റെ ജീവിതത്തെ നോക്കി ശൂന്യമെന്ന് പറയുമ്പോൾ ദൈവം പറയാ, ഭാരപ്പെടണ്ട, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. ബൈബിളിൽ പറയുന്ന, അവൻ ആലോചനയിൽ വലിയവൻ, അവൻ പ്രവൃത്തിയിൽ ശക്തിമാൻ. നമ്മൾക്ക് ചില മടുപ്പ് വരുന്ന മേഖലയിൽ ദൈവം പറയാറുണ്ടോ, ശക്തമായി പറയാറുണ്ടോ, നീ മുന്നോട്ട് പോ. പ്രൈസ് ഗോഡ്. 13-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ച്. റോമൻ ചാപ്റ്റർ 8 verse 13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഡമോഹത്തിൽ ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തിന്റെ പ്രവൃത്തി ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഗലാത്യ ലേഖനം ഒന്ന് എടുത്തേ. എന്താ ജഡത്തിന്റെ പ്രവൃത്തി? കേട്ടോ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. എത്രാം വാക്യമാ? 19. വാക്യം 19, ഗലാത്യർ 5:19. ജഡത്തിന്റെ പ്രവൃത്തികളോ, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, ദുർനടപ്പ്, അശുദ്ധി, അശുദ്ധി, ദുഷ്കാമം, ദുഷ്കാമം, വിഗ്രഹാരാധന, വിഗ്രഹാരാധന, ആഭിചാരം, ആഭിചാരം, പക, പക, പിണക്കം. ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പം ഗ്ലോറി, ആൾക്കാർ പറയും ജാതികളുടെ കാര്യമെന്നല്ല, ദൈവമല്ലാത്തതെല്ലാം വിഗ്രഹമാണ്. ഹല്ലേലൂയ. വിഗ്രഹാരാധന, പിന്നെ ആഭിചാരം. ആഭിചാരം. നമുക്ക് ആഭിചാരം ഉണ്ടോ? നിങ്ങൾ ആർക്കും ആഭിചാരം ചെയ്തിട്ടില്ല. പക്ഷെ ബൈബിൾ പറയുന്നു മത്സരം ആഭിചാര ദോഷം പോലെ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ മത്സരികളാകരുത്. ഇവിടെ എഴുതിയിരിക്കുക ആഭിചാരം, പിന്നെ പക. പക, അത് പിന്നെ ഇല്ലല്ലോ. പിണക്കം, പിണക്കം, ജാരശങ്ക, ജാരശങ്ക, ക്രോധം, ക്രോധം, ശാഠ്യം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ഭിന്നത, അസൂയ, അസൂയ, മദ്യപാനം, മദ്യപാനം, വെറിക്കൂത്ത്, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ഞാൻ 10 കൽപ്പന മാത്രമല്ല. പിടികിട്ടിയോ കുഞ്ഞെ? മദ്യപിക്കുന്നൊരു പാപി ചെയ്യുന്ന പാപത്തിനും അസൂയ എന്ന പാപം ചെയ്യുന്ന പാപത്തിനും ശിക്ഷ ഒരുപോലെ. വലിയ പാപത്തിന് വലിയ ശിക്ഷയും ചെറിയ പാപത്തിന് ചെറിയ ശിക്ഷയല്ല. ശ്രദ്ധിച്ചു കേട്ടെ. നമ്മൾ വാക്യത്തിലേക്ക് വരിക. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം. എന്നിവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ ഇവിടെ ബൈബിൾ പറയാ, ജഡത്തെ മരിപ്പിച്ച് ആത്മാവിനെ അനുസരിക്കണം. കാരണം പറയാം, പരിശുദ്ധാത്മാവിലൂടെയാ എല്ലാ കാര്യവും ഇന്ന് നടക്കാൻ പോകുന്നത്. പക്ഷെ ആത്മാവിനെ അനുസരിക്കണം. അനുസരിച്ച അനുഗ്രഹമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്ന ഭാഗമുണ്ട്. ലൂക്കോസ് 4:1.
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. സ്വയം പോകുന്നതും ആത്മാവ് നടത്തുന്നതിന് രണ്ട് എഫക്റ്റാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമീൻ പറഞ്ഞാട്ട്. എന്നോട് ദൈവാത്മാവ് ഇന്ന് പകൽ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ചിലരാത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഇതുവരെ കാണാത്ത നന്മയ്ക്കകത്ത് നീ ചെന്ന് കയറും, ഇതുവരെ വെളിപ്പെടാത്ത അനുഗ്രഹത്തിനകത്ത് നീ ചെന്ന് കയറും. ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കണേ, ഈ ആത്മാവിൻ്റെ റൂട്ട് നിനക്ക് വരയ്ക്കുമ്പം ആ ട്രാക്കിനകത്ത് നിന്നാ ഭയങ്കര വിടുതല. ട്രെയിനിൻ്റെ പ്രത്യേകത പാളത്തേലേ ഓടും. നിന്നെ ഈ കൃപയുടെ പാളത്തേൽ ഒന്ന് കയറ്റി നിർത്താൻ ഞങ്ങൾ എന്തുമാത്രം സങ്കടപ്പെടുക. ചിലർ ഓരോ സ്റ്റേഷനിൽ വരുമ്പോൾ ഇറങ്ങിപ്പോവും. അങ്ങനല്ല കുഞ്ഞ, നീ ഈ പാളത്തേലൊന്ന് കയറി നിൽക്കുക. ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിന്നോട് വിളിച്ചു പറയാം, ഹല്ലേലൂയ, ഇത് നിന്നെ വിജയത്തിലെത്തിക്കുന്ന റൂട്ടാ. എന്നോട് ദൈവാത്മാവ് പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിരിക്കുക, ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ. ആമേൻ. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന്റെ പ്രാധാന്യത എന്താ? പ്രൈസ് ഗോഡ്. എഫെസ്യ ലേഖനം എടുത്ത്, എഫെസ്യ ലേഖനം 4-ാം അധ്യായം എടുക്കാം, 30-ാം വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കരുത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നിങ്ങളോട് ശക്തമായ നിർദ്ദേശം ബൈബിളിൽ പറയുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണം, ദൈവം ഓരോരുത്തരും വിളിച്ചിറക്കിയതിന്റെ പിമ്പിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. എന്നെ വിളിച്ചിറക്കിയതിന്റെ പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്നെ വിളിച്ചിറക്കിയതിന്റെ പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ ഞാനൊക്കെ ഓർക്കാറുണ്ട്, ഇങ്ങനെ ബൈബിൾ എടുത്തൊക്കെ പ്രസംഗിക്കുമ്പോഴേ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഞാനിങ്ങനെ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുമെന്ന്. അത് പ്രസംഗിക്കാൻ കാരണം ഞാനല്ല, എന്നെ എന്തോ ഒരു ദൈവശക്തി തള്ളി ഇതിനകത്ത് ഇറക്കുക ചെയ്ത്. എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ കൃപ വന്നത്, പക്ഷെ കൃപ വന്നപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. ഇത് ഞാൻ നിങ്ങളോട് പറയാം, നീ അനുഭവിക്കുന്ന ദൈവകൃപയാ കുഞ്ഞ ഈ ഭൂമിയിൽ ഏറ്റവും വലുത്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ സന്തതി ആത്മാവിനെ അനുസരിക്കാൻ പോകുകയാ. നിന്റെ കുടുംബം ആത്മാവിനെ അനുസരിക്കാൻ പോകുകയാ. ഇതുവരെ എത്തത്തില്ലെന്ന് പറഞ്ഞ ചിലടത്ത് നിന്റെ സന്തതിയെ ആത്മാവ് കൊണ്ടെത്തിക്കാൻ പോകുകയാ. ആത്മാവിനെ അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. നീ ആത്മാവിനെ അനുസരിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. നിന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറയുന്ന എല്ലാ കാര്യവും ആത്മാവ് നടത്തിത്തരും. ഈ ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമുള്ള ദൂത് പറയാം, അവർക്കുള്ളതാണ് ആത്മനിയോഗം, അവർക്കുള്ളതാ ആത്മശക്തി. മുമ്പിൽ ഭയങ്കര തടസ്സമൊക്കെ നിൽക്കുന്ന നമ്മൾ പറയാം, കർത്താവേ ഒരാത്മനിയോഗം എനിക്ക് തരുന്നുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ആത്മനിയോഗം തരുന്നുണ്ട്. ആ രോഗിയുടെ കെട്ടഴിക്കാൻ ദൈവം ഒരു ആത്മനിയോഗം തരും. വിശ്വാസമുള്ള ഒരാമയും പറഞ്ഞാട്ട്. നിങ്ങളുണ്ട്, ചില രോഗികളെ എത്ര മുമ്പിൽ കൊണ്ടിരുത്തിയാലും ശുശ്രൂഷകന്മാർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. പക്ഷേ ചിലപ്പോൾ നിയോഗം കിട്ടിയ ഏറ്റവും പുറകിൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ പേര് ആത്മനിയോഗം. നീ മീറ്റിങ്ങിന് എവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നിയോഗമുണ്ട്, ഈ പ്രാർത്ഥനയ്ക്കകത്ത് നീ വിടുവിക്കപ്പെടും. എന്നോട് ദൈവാത്മാവ് പറയാം, ആത്മാവിനെ അനുസരിക്കുക. ഈ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട്. ദൈവാത്മാവ് ഉള്ളവരെ ദുഃഖിപ്പിക്കരുത്. ദൈവാത്മ നിയോഗത്തോടെ നടക്കുന്നവരെ ദുഃഖിപ്പിക്കരുത്. ഒരിക്കൽ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്ക വന്നു. ലോറി പ്രാർത്ഥിക്കാൻ അടുക്ക വന്നപ്പം അവരുടെ വീട്ടിൽ 2 പേര് മാനസിക രോഗികളാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ മെൻ്റൽ ഡിപ്രഷൻ ഹീലാകട്ടെ. അങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ അത് രോഗമല്ല, ഞാൻ ശപിച്ചിട്ടേക്കുക. പ്രാർത്ഥിക്കാൻ വന്നാടെ കൈക്ക് പിടിച്ച് ഞാൻ പറഞ്ഞു, ബ്രദറെ ദൈവം എന്നോട് പറയുന്നല്ലോ രോഗമല്ല, ദൈവം ശപിച്ചതാന്ന്. ബ്രദർ എന്തേലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്തോന്ന്. ഞങ്ങളുടെ സഭയിലൊരു പ്രശ്നം ഉണ്ടായി, പാസ്റ്റർ ചെബുക്കുറ്റിക്ക് 2 അടി ഞാൻ കൊടുത്തെന്ന്. ഭയങ്കര ഗമേലാ പുള്ളി പറയുന്നേ. നല്ല 2 ചോണക്കുട്ടന്മാർ, പിള്ളേർക്ക് ഭ്രാന്ത്. ഇങ്ങോട്ട് നോക്ക് പറയാം കുഞ്ഞെ, ഞാനൊരു സത്യം നിന്നോട് പറയാം, ദൈവാത്മാവുള്ളവർ എന്നും ദൈവാത്മാവുള്ളവർ തന്നെയാണ്. ഒരാമയും പറഞ്ഞാട്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞു, ഒത്തിരി അർത്ഥമല്ല, ഒരർത്ഥം. പ്രൈസ് ഗോഡ്. ഇനി ഇവിടെ എഴുതിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. നിങ്ങൾക്കറിയാം, എനിക്ക് എഫേസ്യ ലേഖനത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാസേജ് അത്.
നിങ്ങളത് സത്യത്തിൽ ആ വാക്യങ്ങൾ കാണാതെ പഠിക്കാം. നമുക്ക് കർത്താവിൻ്റെ സഹോദരം അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കെന്തോ ഒരു ദൈവ നിയോഗം കർത്താവ് തരുന്നു. നമുക്കതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കും. ചിലർക്കൊക്കെ സത്യം പറയാൻ എന്നൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ഒരു 25 കള്ളം, ചിലർ ഭയങ്കര കല്ല് വെച്ച നോണ പറയുന്നവരുണ്ട്. പിന്നെ ചിലർ എങ്ങും തൊടാതെ വർത്താനം പറഞ്ഞു വിടും. എവിടെ പോവാ? കല്യാണത്തിന് പോവാം, അത് ഇവിടെ വരെ. ഒരുങ്ങി കല്യാണ ഡ്രസ്സ് പോലാന്നല്ലോ, പിന്നെ ഇങ്ങനൊക്കെ വേണ്ടായോ നടക്കാൻ. എങ്ങും തൊടാതെ പറയുക. കല്യാണത്തിന് ചെന്നപ്പോൾ ഈ ചോദിച്ച പുള്ളി അവിടെ ഉണ്ട്. കുടുങ്ങിയേ. കുഞ്ഞ് സത്യം പറഞ്ഞാൽ പോരെ, നീ കല്യാണത്തിന് പോകുന്നുണ്ട്, അവൻ എന്നാ ഞാനും കല്യാണത്തിന് വരുമെന്ന് പറയുമോ? ഈ കല്ല് വെച്ച നോണ, അതൊക്കെ നോണയുടെ കൂടിയായിട്ടോ ഒക്കെ കല്ല് വെച്ച നോണ. ശ്രദ്ധിക്കണം, ഇവിടെ എഴുതിയേക്ക. ഹല്ലേലൂയ. നിങ്ങൾ സത്യം സംസാരിക്കണം, സത്യമേ പറയാവൂ, സത്യമേ പ്രവർത്തിക്കാവൂ. നിന്റെ എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നെന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്ന ലേഖനത്തിൽ എഴുതിയേക്ക്. പിടികിട്ടിയോ? ബൈബിളിൽ പറഞ്ഞ സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് അവൻ തന്റെ ഭക്തന്മാർക്കൊരു കൊടി കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ കർത്താവിൻ്റെ പേര് വിശുദ്ധനും സത്യവാനുമാവൻ. ഒരാമീൻ പറഞ്ഞാട്ട്. ദാവീദിന്റെ താക്കോലുള്ളവനാ. ഞാൻ നിങ്ങളോട് അറിയാം, നിങ്ങൾ സത്യം വിട്ട് നടക്കരുത്, സത്യത്തിൽ കൂടെ നടക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി ഞാൻ വാക്യത്തിലേക്ക് വരാം. കർത്താവിന്റെ സഹോദരൻ, ഫോഷ്ക് ഉപയോഗിച്ച് സത്യം പറയണം. പിന്നെ നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അപ്പൊ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അപ്പൊ ചിലർക്ക് സന്തോഷം, കോപിക്കാവല്ലോ. കോപമില്ലാത്തവരുണ്ടോ? ഉണ്ടോ? സത്യം പറ. കോപമില്ലാത്തവരുണ്ടോ? എൻ്റെ ബ്രദറെ, ഞാൻ ഭയങ്കര ഫുൾ ടൈം ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് കോപമുണ്ടോ? അടുത്ത് നോക്കണമുണ്ടോന്ന്. ആര് ശാന്തനാണോ അവർ കോപിച്ചാൽ ഭയങ്കര കോപമോ. ചില അലുമിനിയ പാത്രം പോലെ ഭയങ്കരമായിട്ട് കയറി ചൂടാ, ഒറ്റ മിനിറ്റോട് നടക്കുകയും ചെയ്യും. ചില സ്ത്രീകളുണ്ട്, ആ പൊട്ട താഴോട്ട് വായിക്കുമ്പോൾ ഉണ്ട്. കർത്താവിൻ്റെ സഹോദരൻ, പൗലോസ് ഒന്നും വിടാതെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. അപ്പൊ വേദോസത്തെ മോശയെ കുറിച്ച് ബൈബിളിൽ എടുത്തിട്ടുണ്ട്. അവൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും മോശ എന്തായിരുന്നു? അവൻ മോശയ്ക്ക് ദേഷ്യമില്ലായിരുന്നു. പിന്നെ പർവ്വത മുകളിൽ ഇറങ്ങി വന്നപ്പോൾ ഒറ്റയേറിനും കൽപ്പലക എറിഞ്ഞ് ഉടച്ചു കളഞ്ഞില്ലയോ? ഇത് പറഞ്ഞ ചേമ്മരാരും ദേഷ്യപ്പെടല്ലേ കേട്ടോ. ഞാൻ പണ്ട് പ്രസംഗിച്ചാൽ പറഞ്ഞു, ഭയങ്കര ദേഷ്യമുള്ള ഒരു അച്ഛനെ ഒതുക്കാനേ ഡബിൾ ദേഷ്യമുള്ള ഒരു ആൻറ്റിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ കണ്ടില്ലേ അച്ഛന്മാരൊക്കെ ഒതുങ്ങിയിരിക്കുന്നത്? ഭയങ്കര ദേഷ്യമുള്ള ആൻറ്റിയെ ഒതുക്കാൻ അതിന് 5 ദേഷ്യമുള്ള അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നുണ്ടോ? എന്ത് ദൈവം എന്ത് ഭംഗിയായിട്ടാ ചെയ്യുന്നത്. അപ്പൊ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അടുത്തത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. രാവിലെ 6:50 കട്ടങ്ങാപ്പി പിടിച്ച് തുടങ്ങിയ കോപം വൈകിട്ട് അസ്തമിക്കുന്നതിന് മുമ്പേ തീരണം. ദണ്ഡം മിണ്ടുന്നില്ല. ചെല്ലുമ്പോൾ മനസ്സിൽ പറയാം, അത് ഒന്നുകൂടെ പറയാൻ പോവാ. കോപം വെച്ചോണ്ടിരിക്കരുത്. ചില ഭർത്താക്കന്മാർ, ഞാൻ പറഞ്ഞില്ല, അലുമിനിയ പാത്രം പോലെ പെട്ടെന്ന് കയറി അങ്ങ് ചൂടാവും. ഗ്ലോറി. പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പോൾ അവരങ്ങ് മറക്കും. പക്ഷെ പുള്ളിക്കാരത്തി വിടത്തില്ല, പുള്ളിക്കാരത്തി പിടിച്ചോണ്ടിരിക്കും. പിറ്റേന്ന് രാവിലെ കാപ്പി 6:30 വരുന്നില്ല, 6:45 വരുന്നില്ല. അപ്പം ഏന്ന് വിളിച്ച് ഭർത്താവ് വിളി കേട്ടില്ല, തിരിഞ്ഞു നിൽക്കുക. എന്നാ കാര്യം? തലേത്തെ വിഷയ. അങ്ങനെ 1.5 മാസം വരെ വർത്തമാനം പറയാത്ത ഭാര്യമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല വിവാഹമോചനത്തിനും കാരണം ഇതാ. കുഞ്ഞ് നീ ഒന്ന് വിട്ടുകൊട്. പണ്ടേ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഈ കുട്ടനാട്ടിൽ കൂടെ ഇങ്ങനെ പോവാ. ഈ കണ്ടത്തുംപരമ്പേ കൂടി ഇങ്ങനെ പോയപ്പം ഭർത്താവ് കുട്ടനാടുകാരനല്ല, ഭാര്യ കുട്ടനാടുകാരിയാ. അടുത്ത സ്ഥലമാണല്ലോ കുട്ടനാട്. അപ്പൊ ഈ നെല്ലെല്ലാം ഇങ്ങനെ കൊയ്തേക്കുന്നു. സോറി, ഭർത്താവ് കുട്ടനാടുകാരനാ, ഭാര്യ കുട്ടനാടുകാരി അല്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ് വിശ്വസിക്കണം. അപ്പൊ നെല്ലെല്ലാം ഇങ്ങനെ കൊയ്തേക്കുന്നു. ഭർത്താവ് കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന കൃഷിക്കാരനാ. ഭാര്യ ഇച്ചിരി പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്ന, തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്ന. അപ്പൊ ഇതെല്ലാം കൊയ്തേ കണ്ടപ്പം ഭാര്യ പറഞ്ഞു, എന്നാലും ഇത് കത്രിക കൊണ്ട് കൊയ്താന്ന് പറഞ്ഞു. ഭാര്യ ഭർത്താവ് പറഞ്ഞ, ഈ മണ്ടത്തരം പറയാതെ
കത്രികയല്ല, വാളിന് കൊയ്തെടുത്ത അരിവാളിന്. അവള് പറഞ്ഞല്ല, പുള്ളിക്കാരൻ പറഞ്ഞല്ല. ഈ ഭർത്താവ് അലുമിനിയം പാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുമ്പേ ഒരു കുളം കണ്ടു പിടിച്ചത് ഉള്ളു കൊടുത്തു. അവളെ സ്ത്രീ വെള്ളത്തിനകത്ത് മുങ്ങിച്ച് പൊങ്ങി വന്നപ്പോഴും കാണിക്കുക, വിട്ടുകൊടുക്കുകയല്ല. ഈ ലെവലേശം വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഒന്ന് വിട്ടുകൊട. നീ നിന്റെ ഭർത്താവ് കോപിച്ചതങ്ങ് ക്ഷമിക്ക. ക്ഷമിച്ചാൽ നിന്റെ വീട്ടിലെ പ്രശ്നം തീർന്നു. നീ ക്ഷമിച്ചാൽ നിന്റെ വീട് സ്വർഗമാ. പിന്നെ ചിലർക്ക് പറഞ്ഞ ഇങ്ങോട്ട് വരട്ടെ, എന്നോടൊന്ന് ക്ഷമ പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അവൻ അപ്പോഴേ തീരുമാനിച്ചു. എന്തുവാ അടുത്ത കല്യാണത്തിൻ്റെ കാര്യം? പണ്ടേ ഒരാളെ ഗ്ലോറി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ പോവാ. ഇപ്പം ഇങ്ങനെ ഭാര്യയെ വിളിച്ച് അടുക്കയിരുത്തി തലേ കൂടെ തലമുടിയൊക്കെ ഒക്കെ തലോടിയിട്ട് പറഞ്ഞു, ഞാൻ മരിക്കും, നീ ഒത്തിരി പൈസ മുടക്കി അടക്കമൊന്നും നടത്തരുത്, റബ്ബറൊക്കെ നോക്കി വെട്ടിച്ചൊക്കെ കഴിഞ്ഞോണം, നിനക്കുള്ളപ്പോൾ FD ഒക്കെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നും പൊട്ടിച്ച് ശവണക്ക് നടത്തരുത്, ചെറിയ രീതിയിൽ ഒരു പെട്ടിയൊക്കെ വാങ്ങിച്ച് എന്നെ അങ്ങ് അടക്കിയേക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ മരിച്ച് 2 മാസം കഴിയുമ്പം അങ്ങേലെ രാജനെ നീ കല്യാണം കഴിക്കണം. സ്ത്രീ ചോദിച്ചു, അച്ഛൻ എന്നാ പറഞ്ഞു വരുന്നേ, ഞാൻ കല്യാണം കഴിക്കണമെന്നോ? അതും അങ്ങേലെ രാജനെ? അവൻ ആരാ? ജന്മം തൊട്ട് നമ്മളോട് ശത്രു. ഭർത്താവ് ചിരിച്ചോണ്ട് പറഞ്ഞു, അല്ല അവനെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചാ. ശ്രദ്ധിക്കാം, മനസ്സിലായവർക്കായി സ്തോത്രം. ഇനി ശ്രദ്ധിച്ച് കേട്ടെ, നമ്മൾ സന്ദേശത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചില കുഞ്ഞുങ്ങളൊക്കെ പറയാ, വെറുതെ നിർത്തല്ല, ഇച്ചിരൂടെ പ്രസംഗിക്കുക, പപ്പായും മമ്മിയും 2 ആഴ്ച വേണ്ടിയിട്ടൊന്ന്. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, സന്ദേശം പറയുക. കുഞ്ഞ്, നീ ഇങ്ങനെ ചെയ്താൽ നിന്റെ കുഞ്ഞ് അതിൻ്റെ അപ്പുറം ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കളോട് ഓർപ്പിക്കുക, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയരുത്. കോപം ഉപേക്ഷിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പരിഹാരം ഉണ്ടാക്കണം. പണ്ടൊരു മനുഷ്യനോട് കൗൺസിലിങ്ങിന് എൻ്റെ അടുക്ക വന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു കൈ ഇങ്ങനെ തളർന്നു പോയതാ. പുള്ളി ആകുന്ന കൈ കൊണ്ട് ഭാര്യ അടിച്ചു. അതിനുവേണ്ടി എൻ്റെ അടുക്ക പരിഹരിക്കാൻ കൊണ്ടുവന്നേക്കുവാ. അപ്പം ഞാൻ പച്ചാണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, വലത്തെ കൈ തളർന്നു പോയില്ലയോ, ഇനി ഇടത്തെ കൈ കൊണ്ട് ഭാര്യ അടിക്കരുത്. ഭർത്താവ് എന്നോട് പറയാം, എനിക്ക് ഭയങ്കര തമാശ തോന്നി, എൻ്റെ ബ്രദറെ ഇവിടെ വാക്ക് കേട്ടാൽ വെപ്പ് കൈ വെച്ച് അടിക്കുമെന്ന്. എൻ്റെ പൊന്നെ, പല കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവൻ തളർന്ന് കിടക്കുന്നവനെ എഴുന്നേറ്റ് ഒന്ന് വെപ്പ് കൈ വെച്ചടിക്കുമെന്ന്. ഞാനിവിടെ നിന്നോട് വിളിച്ച് പറയാം, കുഞ്ഞെ, നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കണം. ഭർത്താവിനോട് പറയാം, ഭാര്യയോട് ക്ഷമിക്കണം. എന്നിട്ട് ജീസസ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പരിഹാരം ഉണ്ടാക്കണം. ഈ വടി എത്ര നാളുകൊണ്ട് ഉപയോഗിക്കുക? 4 മാസം. ജീസസ്, കർത്താവ് തൊട്ടാൽ ഈ വടിയില്ലാതെ ഓടാൻ പറ്റും. യേശു സൗഖ്യമാക്കുന്ന ഈ വടിയെ പിടിച്ചോ, ഈ വടി പിടിച്ചു, സൗഖ്യം വന്നില്ല. ഏത് കാലിനാ ബുദ്ധിമുട്ട്? ഒടിഞ്ഞതാ. സോറി. സുവിശേഷ വേല ചെയ്യാനാ വിളി. ചെയ്യുവോ? നേരത്തെ എന്നാ ജോലി ചെയ്യുമായിരുന്നു? വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായിട്ട് വർക്കാണ്. നടക്കാൻ ബലം തരാം. സുവിശേഷ വേല ചെയ്യുവോ? അപ്പൊ ഈ വടിയും കൊണ്ടല്ലല്ലോ സുവിശേഷ വേല ചെയ്യേണ്ടി? ആണോ? വടി ഊന്നി ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകണ്ടല്ലോ. വടി ഊന്നിയവൻ്റെ വടി മാറ്റണ്ടായി. അപ്പൊ യേശു ഇപ്പൊ തൊടുക, വടിയില്ലാതെ നടക്കാൻ. ഒറ്റയ്ക്ക് വന്നിട്ടുള്ളോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? എന്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ? മമ്മയെ വടിയില്ലാതെ നടക്കുമെന്ന് വിശ്വസിക്കുന്നോ? അദ്ദേഹത്തിനെ കർത്താവിന് ഉപയോഗിക്കാൻ പല നാൾ പണ്ട് തൊട്ടേ വേലയ്ക്ക് വിളിയുള്ള ആളാ. ഗ്ലോറി. കർത്താവ് ഇറക്കാൻ പോവാ, നടക്കാൻ പോവാ. ഗ്ലോറി. കർത്താവേ,
നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കാലെ കമ്പി ഇട്ടേക്കുക, വടിയുടെ സഹായത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത്. മെഡിക്കൽ സയൻസ് ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്യാൻ പോവുക. ഇന്ന് പോകുമ്പോൾ വടി ഇങ്ങനെ എടുത്തോണ്ട് പിടിച്ചോണ്ട് പോകണം. എന്ന് വിട്ടേ, ഇങ്ങനെ ഇങ്ങനെ മാമേ, ഇങ്ങനെ പിടിച്ചോണ്ട് പോകണം. യേശു സൗഖ്യമാക്കിയ വാർത്ത. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളൊരു വഴി കൊടുത്തേ, ഇവിടെ നിൽക്കുന്നവർ കുറച്ച് പുറകോട്ട് നീങ്ങി കൊടുത്തേ. ഈ അച്ഛനെ ഞാൻ താഴോട്ട് നിറക്കാൻ പോവുക. ജീസസ്. അച്ഛാ, എൻ്റെ കൂടെ താഴോട്ട് ഇറങ്ങി വന്നേ. അച്ഛാ, ബലമൊക്കെ കിട്ടിക്കഴിഞ്ഞ അച്ഛൻ ഇനി ടെൻഷൻ വേണ്ട. വീട്ടിൽ നിന്ന് വന്ന അച്ഛനല്ല ഈ അച്ഛൻ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എല്ലാ ബലഹീനതയും ഞാൻ വടി കൈ തരും, പക്ഷെ ഇങ്ങനെ ഇടിക്കാനല്ല, ഇങ്ങനെ പിടിക്കാൻ. പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഇങ്ങനെ സൗഖ്യമായിട്ടില്ല, തൊട്ടതേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ സൗഖ്യമാവും. അമ്മാമ്മയുടെ കയറി നിന്നേ. ഒരു ഭാര്യയും ഭർത്താവിനും കൂടെ നിർത്തി പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഈ മകന് മേൽ വ്യാപരിക്കട്ടെ. വടിയിൽ നടക്കുന്ന ഇവൻ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അച്ചായ, യേശു തൊട്ട് കഴിഞ്ഞു. അച്ഛൻ അങ്ങോട്ട് നടന്നേച്ചാ. പിന്നെ അച്ഛാ ഏന്തില്ലാതെ നടക്കച്ചാ. പിന്നെ 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 അച്ഛാ വീഴുന്നില്ലല്ലോ. പിന്നെ ഇച്ചിരി വടി മാറി കൊടുത്തേ. അവിടെ ഒരു വടി കൊടുത്തേ. യെസ്. പിന്നെ 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 അച്ഛാ തിരിച്ചാ വടി പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ആഹാ. പിന്നെ യെസ്. ഒന്ന് കരം അടിച്ചേ. യെസ്. വടിയില്ലാതെ നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇതാ യേശുവിന്റെ നാമത്തിൽ ആ വടി പൊക്കി പിടിച്ചോണ്ട് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. അച്ഛാ, നടന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ അച്ഛാ? ഇല്ല. ഇല്ല. വേദന പോയി? വേദന ഇല്ല. വീഴാൻ പോകുന്നില്ല? ഇല്ല. മാമ, ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നേ മാമേ. ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇനി നടക്കാൻ പറ്റുമോന്നും പ്രയാസമായിരുന്നു. പക്ഷെ യേശു തൊട്ടു. അമ്മാമ കണ്ടോ അമ്മാമ്മയുടെ ഭർത്താവ് ഇങ്ങനെ വടിയും കൈപ്പിടിച്ചോ നടക്കുന്നത്? യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി ആമേ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ? തൊട്ട് താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.